സോ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഒരു മണിക്കൂർ കൊണ്ട് എങ്ങനെ വെബ്സൈറ്റ് ഉണ്ടാക്കാം എന്നുള്ള പ്രോസസ്സാണ്. ഓക്കെ, സോ നമ്മൾ വി ആർ ഇൻസൈഡ് ബിസിനസ് 360 വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് സൈറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. സൈറ്റ്സിനകത്ത് ഫണൽസ്, വെബ്സൈറ്റ്സ്, അങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. യു ക്യാൻ ടേക്ക് എനി ഓപ്ഷൻ, ഫണൽ ഓർ വെബ്സൈറ്റ്. രണ്ട് തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളും നമ്മൾ മറ്റൊരു സെഷനിൽ ചെയ്യുന്നുണ്ടായിരിക്കും. എന്താണ് ലാൻഡിംഗ് പേജ്, എന്താണ് ലാൻഡിംഗ് പേജ് സൈക്കോളജി എന്നൊക്കെ നമ്മൾ മറ്റൊരു സെഷനിൽ കാണുന്നുണ്ടായിരിക്കും. സോ ഞാനിവിടെ ജസ്റ്റ് ബ്ലാങ്ക് എന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഐ എം ക്ലിക്കിംഗ് ഓൺ ന്യൂ വെബ്സൈറ്റ് ഫ്രം ടെംപ്ലേറ്റ്സ്. നമുക്ക് ഒരുപാട് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്തു, കണ്ടിന്യൂ. ഇനി ഞാനിപ്പോൾ ഇതിൽ നിന്ന് ചൂസ് ചെയ്യാൻ പോകുന്നത് ഒരു കുഴപ്പമില്ലാത്തൊരു തീമാണ് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത്. സേ ലെറ്റ്സ് ടേക്ക് an ഏജൻസി. മാർക്കറ്റിംഗ് ഏജൻസിയിൽ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ഒരു പെർട്ടിക്കുലർ ആയിട്ട് ഒരെണ്ണം എടുത്ത് പോകാൻ വിചാരിക്കുന്നു. സേ ലെറ്റ്സ് ചെക്ക് ദിസ് ഔട്ട്. Let's continue this. ഡെമോ വെബ്സൈറ്റ് ഡിസൈൻ ഞാൻ പേര് കൊടുക്കുകയാണ്. ഹോം പേജിനൊരു പേര് കൊടുത്തു, ഹോം. സേവ്. ദെൻ പേജസ്. അപ്പൊ ഇത്രയും പേജസ് ആണ് ഉള്ളത് ഈ വെബ്സൈറ്റിൽ. ഹോം പേജ്, അബൌട്ട്, മൈ സർവീസസ്, ബ്ലോഗ്, കോൺടാക്ട് മീ, ബ്ലോഗ് ഡീറ്റെയിൽ, താങ്ക് യു. ഇത്രയും പേജസ് ഈ വെബ്സൈറ്റ് ടെംപ്ലേറ്റിൽ നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്, നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഐ വിൽ സ്റ്റാർട്ട് വിത്ത് ഹോം പേജ്. ഹോം പേജ് എങ്ങനെയാണ് ഇപ്പൊ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇപ്പോൾ ഹോം പേജ് കാണുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന ടെംപ്ലേറ്റ് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 1 നമുക്കിവിടെ വേണ്ടത് ലോഗോ ആണ്. ലോഗോ, വൈറ്റ് കളറിലുള്ള ലോഗോ ഇവിടെ വേണം. അപ്പോൾ നിങ്ങൾക്കും ലോഗോ ഇവിടെ വേണ്ടി വരും ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. സോ ഐ എം ഗോയിങ് ടു ക്യാൻവയിൽ പോയിട്ട് ഞാനിപ്പോൾ ഒരു കസ്റ്റം സൈസ് വിത്ത് ഹൈറ്റ് 85. ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ലോഗോ ഡിസൈനിങ് ആണ്. സോ ഐ വിൽ ഗോ വിത്ത് ടെക്സ്റ്റ്. ലോഗോ എക്സ്പോർട്ട് ചെയ്യാണ്. ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട്. ഇതൊരു പ്രോ ഫീച്ചർ ആണ്. നിങ്ങൾ ക്യാൻവ ഫ്രീ ആണെങ്കിൽ ഈ ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവില്ല. ഞാൻ പ്രോ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു പ്രോ ഫീച്ചറായിട്ട് ലോഗോ ഡൗൺലോഡ് ചെയ്യാണ്. ഡൗൺലോഡ്സ്. ഓക്കെ, സോ ദെൻ ഇവിടെ നമ്മുടെ വെബ്സൈറ്റിന്റെ ടെംപ്ലേറ്റ് വെബ്സൈറ്റ് എഡിറ്ററിൽ വന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് സ്റ്റെപ്പ്, ഞാനിവിടെ മെനുവിൽ ക്ലിക്ക് ചെയ്തു. മെനുവിൽ നിങ്ങൾക്ക് ലോഗോ മാറ്റാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ബ്രാൻഡ് ലോഗോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇമേജ് മാറ്റാൻ പറ്റും, ലോഗോ. സോ ഐ എം സെലക്ടിങ് ദാറ്റ് ലോഗോ. ലോഗോന്റെ വിഡ്ത്ത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ലോഗോ കൊടുത്തു. ബാക്കി മെനു, ഹോം, സർവീസസ്, അബൌട്ട്, ബ്ലോഗ്, കോൺടാക്ട് മീ നമുക്ക് പിന്നീട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ ഈ ഇമേജ് മാറ്റാം. ഈ ഇമേജ് മാറ്റിയിട്ട് എൻ്റെ ഫോട്ടോ വെക്കാം. ഇനി കണ്ടന്റ് മാറ്റാം. വെൽക്കം ടു
Hello. Hello, entrepreneurs. I can help you grow your business by right. If you want to grow your business, who can book an appointment with me. Okay. So it's enough. I think ടെക്സ്റ്റിന് കുറച്ചും കൂടെ സൈസ് കൂട്ടാൻ തോന്നുന്നു. This is okay. Okay. This can be 24. Okay. സൈസ് കൂട്ടി ടെക്സ്റ്റിന്റെ ബുക്ക് കോൾ. ബുക്ക് കോളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗോ ടു പേജ് കോൺടാക്ട് മീ എന്ന് പറഞ്ഞ പേജിലേക്കാണ് പോകുന്നത്. സോ നമ്മൾ ആ പേജിലേക്ക് അതിന് ശേഷം എഡിറ്റ് ചെയ്യാം. ആൻഡ് ക്ലിക്ക് സേവ്. ടൈറ്റിൽ പേര് കൊടുത്തു. Bilal is a digital coach. ഇത് SEO മെറ്റാഡാറ്റയാണ്. നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റ് വരണമെന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കുന്നത് യൂസ്ഫുൾ ആണ്. ഓക്കെ. ഇനി ഇവിടെ കൊടുക്കുന്നത് SEO ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൺസൾട്ടന്റ്. ഓക്കെ. സോ my way of working to grow your business. Step 1, strategize, build, execute. Okay. സോ ഈ വെബ്സൈറ്റിന് വേണ്ടിയിട്ട് ChatGPT യൂസ് ചെയ്തിട്ട് എങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. സോ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. സോ ഐ എം ടൈപ്പിംഗ് ഇറ്റ് മൈസെൽഫ്. I help, as I have mentioned, I help business owners to grow their business. Here is the step-by-step process I work to implement the pro strategies for my clients. Done. Always I start with making a perfect and impactful strategy which ensures the growth. Always spelling. Okay. Build. Once the plan is ready, I build the systems hands-on by myself and my expert team. Now execute. When the time is ready to take off, we launches the systems to start the growth journey. Okay.
ഇനി ഇവിടെ എന്താ വേണ്ടത്? ഇനി ഇവിടെ ഹെൽപ്പിംഗ് സ്മോൾ ബിസിനസ്സസ് ഫൈൻഡ് ദർ പ്ലേസ് ഓൺലൈൻ. സോ ഇതുവരെ ലോഗോ ആഡ് ചെയ്തു, ഇൻട്രൊഡക്ഷൻ കൊടുത്തു, ഇമേജ് മാറ്റി, മൈ വേ ഓഫ് working to grow your business, my methodology of working to grow your business. Okay. What's my secret recipe? Wondering what's my secret recipe. We use unconventional yet proven methods to grow, to bring growth. It includes high-tech software solutions, impeccable strategies, marketing masterminds, super creative humans, and AI, and a little fun in the process of cooking it up. Indeed, we consider the need and urgency of our clients, and yes, we are flexible and super fast in execution. Mixing it all together, we make glorious success stories worldwide, which sometimes becomes case studies for others as well. We are special being original. All right. Okay, so ഇവിടുത്തെ കണ്ടന്റ് റെഡിയായി. നൗ ഇവിടെ ഒരു ഇമേജ് നമുക്ക് കൊടുക്കാം. സോ ലെറ്റ് സേവ് ഇറ്റ്. വാട്ട്സ് മൈ സീക്രട്ട് റെസിപ്പി. സോ എന്തായിരിക്കാം നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഇമേജ്? ഇവിടെ ഇമേജ് കൊടുക്കാനായിട്ട് യു ക്യാൻ ഗോ ടു ഇമേജ് ഗാലറി. ഇമേജ് ഗാലറിയിൽ നമുക്കിവിടെ കുറച്ച് അൺസ്പ്ലാഷ്, പിക്സാബേ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോംസിന്റെ ഇന്റഗ്രേഷൻ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. സോ സീക്രട്ട്, ലെറ്റ്സ് സെർച്ച് ഇൻ പിക്സാബേ. Secret. Question. This can be good. What's our secret recipe? അതാണ് നമ്മളുടെ ചോദ്യം. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് we can അപ്പൊ അവിടെ നിന്ന് നിങ്ങൾക്കൊരു ഇമേജ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, now clients, say 1 or 2 clients, 453K leads,
120 million revenue. Okay, now book a call, my services. This രണ്ട് button കൊടുത്തിട്ടുണ്ട്. My services goes to my services page. Book a call goes to contact me page. Okay, perfect. Now save and let's publish this and see changes. ഇപ്പൊ ഞാൻ ചേഞ്ചസ് നമുക്ക് ഇവിടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. ഇതിന് മുന്നേ ഉണ്ടായിരുന്നത്. ഇതൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കി. അപ്പോൾ ഇവിടെ ലോഗോ വന്നിട്ടുണ്ട്, കണ്ടന്റ് വന്നിട്ടുണ്ട്, ഇമേജ് വന്നിട്ടുണ്ട്, പ്രോസസ് ഈസ് ദർ. പെർഫെക്റ്റ്. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ടു ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ടെസ്റ്റിമോണിയൽസ് ആണ്. ടെസ്റ്റിമോണിയൽസ് ആസ് സച്ച് ടെസ്റ്റിമോണിയൽസ് നമുക്ക് എഴുതേണ്ട കാര്യമില്ല. ലെറ്റ്സ് സേവ് അവർ ടൈം. So we can copy from here. Okay, so testimonial, that's enough. Latest blogs. Read more. Go to page blog. Okay. Do you want to grow your business? Think no more. Click below and get in touch with me right now. Okay, call goes to contact me page. Perfect. Okay. So ഇവിടെ നമുക്ക് ലോഗോ ആഡ് ചെയ്യണം. അപ്പൊ ഈ ലോഗോ ഇവിടെ ബ്ലാക്ക് കളറിലാണുള്ളത്. നമ്മളിവിടെ ചെയ്തത് വൈറ്റ് ആയിരുന്നു. സോ ഞാൻ ആ ലോഗോ സെലക്ട് ചെയ്തിട്ട് അതിന്റെ കളർ മാറ്റുകയാണ്, ബ്ലാക്കിലേക്ക് മാറ്റി. എക്സ്പോർട്ട് സെക്കൻഡ് പേജ് ക്യാൻവ. ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. സോ ഈ സ്പീഡിൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. Okay, with perfect contact. So let's give the number here. Contact. Location. What I do. Business consulting. Digital marketing. Training. Okay. Now ഇവിടെ വന്നിട്ട് നമുക്ക് ഇയർ അപ്ഡേറ്റ് ചെയ്യണം. 2024 company name Supilar K. Okay, do you want to grow your business? ഇവിടെ നമുക്ക് കണ്ടന്റ് അപ്ഡേറ്റ് ചെയ്യണം. ലേറ്റസ്റ്റ് ബ്ലോഗ്സ്. Are you someone who loves reading about technology and business growth? If yes, here is the place to find the latest technology and interesting facts
of business process, business and interesting strategies you can implement to grow your business. Read on. So the first topic is business automation blueprint. You can automate your business and live free. Don't trust me. Read it first. Digital hacks to 10x growth. Growth is your birthright, isn't it? Here are some hacks to accomplish what you seek. Read on. Okay, so save, done. നമുക്കൊന്നുകൂടെ റിവൈസ് ചെയ്യാം. ലോഗോ ഈസ് ഓക്കെ, മെനുവിൽ നമുക്ക് ചെക്ക് ചെയ്യാനുണ്ട്. ഇത് ഓക്കെ, ഐ ക്യാൻ ഹെൽപ്പ് യു ഗ്രോ യുവർ ബിസിനസ് ബൈ ഇംപ്ലിമെന്റിംഗ് ഡിജിറ്റൽ ടൂൾസ് ആൻഡ് സ്പെല്ലിംഗ് strategies which works 100%. If you want to grow your business, book an appointment with me, book a call. My methodology of working to grow your business, as I have mentioned, I help businesses owners to run so content is okay. Strategize, build, execute. Wonder what's my secret recipe? Okay, book a call, my services. Perfect. Okay, ഇനി ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമുക്ക് മാറ്റണം. ഇതിവിടെ SEO എന്നാണ് കൊടുത്തിരിക്കുന്നത്. We need something else. So I am again going to images. Here I want this background. So ഇവിടെ കുറെ ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ട്. So I'll pick this one. Okay. Yeah, that's enough. ഇനി ഇവിടെ വേണമെങ്കിൽ ഒരു ഇമേജ് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. I'll go with SVG. SVG. വേണ്ട, അത് പിന്നെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ആണോ? Image, let's image social icons. വീഡിയോ ഇടാം. ഓക്കെ, എൻ്റെ ഒരു യൂട്യൂബിൽ കിടക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് ഇടാം. Copy link, video URL, autoplay. Perfect. Okay, so that's it. Do you want to grow your business? Think no more. So 1 crore business product. Perfect. Okay. Now save ചെയ്തു. അങ്ങനെ വരുന്നുണ്ട് നോക്കാം. Okay, home page is almost ready. Okay. ഹോം പേജിൽ ഇനി വലിയ പണിയില്ല. ഇനി നമുക്ക് വേണ്ടത് ഹോം ഓക്കെ ആണ്. ഇനി സർവീസസ് പേജ് ആണ് അടുത്ത് വരുന്നത്. എന്തൊക്കെയാണ് എൻ്റെ സർവീസസ് എന്ന് പറയുന്ന പേജാണ്. സോ വാട്ട് ഐ വിൽ ഡു ഇസ് ദാറ്റ് ഐ വിൽ ഗോ ടു സർവീസസ് പേജ്, മൈ സർവീസസ്. ഇതുവരെ നമ്മൾ എടുത്ത സമയം 25 minutes. ഫസ്റ്റ് ഇമേജ് മാറ്റാം. My services.
Here are the services I provide. Maybe you are looking for some in these to check it out and get in touch with me, right? My services. I have listed these here to help you be more specific while you reach out to me. Now, my first service is business automation. Okay, let's create image. Now, let us see how AI works for image. A computer showing social Instagram page. A computer showing Instagram. ഇപ്പൊ നമ്മൾ AI യൂസ് ചെയ്തിട്ട് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ്. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നുള്ളത്. കമ്പ്യൂട്ടർ ഷോയിങ് ഇൻസ്റ്റാഗ്രാം എന്നാണ് ഞാൻ കൊടുത്തത്, പക്ഷെ ഇതാണ് വന്നത്. ഒന്നും കൂടെ കമ്പ്യൂട്ടർ ഷോയിങ് ഇൻസ്റ്റാഗ്രാം. I will pick dream like. Okay. Okay. AI is not that enough to find or Instagram. Anyway, കുഴപ്പമില്ല, നമുക്കത് ഒരു ഇമേജ് നമ്മൾ AI വെച്ച് ജനറേറ്റ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഐ മീൻ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. Automate your marketing and sales processes and save time and money. Now, digital marketing. So, ഇവിടെ നമുക്ക് വേണ്ടത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഇവിടെ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താ വരുന്നത് നോക്കാം. Two people talking each other through a computer monitor. എന്താ വരിക നോക്കാം. ഏതാണ്ട് 2 people ഒക്കെ വന്നിട്ടുണ്ട്. ഒരേ ഇമേജ് എല്ലാം ഒരേ കൈൻഡ് ഓഫ് കളർ സ്കീമിലാണ് വരുന്നത്.
നിങ്ങൾ ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇത് പെയ്ഡ് സർവീസ് ആണ്. AI യൂസ് ചെയ്യുന്നതിന് കോസ്റ്റ് ഉണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഐ ഹെൽപ്പ് ബിസിനസ്സസ് ടു ഫൈൻഡ് ഐഡിയൽ കസ്റ്റമേഴ്സ് ടു convert to sales and earn profits. Okay. സോ നമുക്ക് ഇത് ഡെലിറ്റ് ചെയ്യാം, ടൈം സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ രണ്ട് സർവീസാണ് കൊടുത്തിരിക്കുന്നത്: ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ബിസിനസ് ഓട്ടോമേഷൻ, ട്രെയിനിങ് കോഴ്സസ്. ഇപ്പോൾ കോഴ്സസിന്റെ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ഇവിടെ ഇത് കൊടുക്കാം, ഇമേജ് കൊടുക്കാം. സോ ഐ നീഡ് സം ഇമേജസ് ഹിയർ. സോ ലെറ്റ്സ് ഗോ ടു SEO course. Let's upload from media library. Say this is a course page. ഇങ്ങനെ കുറച്ച് പോസ്റ്റേഴ്സ് ആദ്യമേ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ എളുപ്പമാണ്. ഇനി അടുത്തത് താഴെ ഓക്കെ. സോ ഇനി ഇതിന്റെ താഴെ ഉള്ള ഈ കണ്ടന്റ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റാം. ഓരോ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കാം. ഓക്കെ, ദെൻ നേരത്തെ കണ്ട പോലെ തന്നെ ഇത് ഓൾറെഡി ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ടെസ്റ്റിമോണിയൽ ലേറ്റസ്റ്റ് ബ്ലോഗ്സും ഇവിടെ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. കാരണം ഇത് ഗ്ലോബൽ, ഇവിടെ എല്ലാം ഓൾറെഡി അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ മാത്രം കണ്ടന്റ് മാറ്റിയാൽ മതി. ഈ ഒരു ട്രെയിനിങ് കോഴ്സസിന്റെ കണ്ടന്റ് മാത്രം മാറ്റിയാൽ മതി. കാരണം ഇതെല്ലാം ഗ്ലോബൽ എലമെന്റ്സ് എന്ന് പറയും. ഗ്ലോബൽ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പേജിൽ മാറ്റി കഴിഞ്ഞാൽ അത് എല്ലാ പേജിലും ഓട്ടോമാറ്റിക്കലി മാറും. Click save and go to the third page. Contact me page. Okay, contact me number കൊടുക്കണം. Location. Email. Connect with me. Here are my contact details for you to reach out. ഓക്കെ. താഴെ എല്ലാം അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ഫോം വേണം. നമുക്ക് ഫോം പ്രിപ്പയർ ചെയ്യണം. സോ ഐ വിൽ ഗോ ടു സൈറ്റ്സ് ആൻഡ് ഫോംസ് ബിൽഡർ. അല്ല, ഓൾറെഡി ഫോംസ് ഉണ്ട് ഇവിടെ. സോ ഞാനൊരു ഫോം സെലക്ട് ചെയ്താൽ മതി. ഫോം കോൺടാക്ട്. ഫോം കുറച്ച് വലിയ ഫോം ആക്കിയത് വേണ്ട. ഡെമോ ഫോം. ഓക്കെ, ഫോമായി താഴെ ഇത് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ, നൈസ്. Now save and go to next page, about page. സേവ് ആയിട്ട് വേണം മൂവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ സേവ് ചെയ്ത് ടു about. about. By the time ഞാൻ ക്ലൗഡ് ഫ്ലെയർ ഓപ്പൺ ചെയ്യാണ്, ഒരു ഡൊമൈൻ
ഡെമോ ഡൊമൈൻ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലൗഡ് ഫ്ലെയറിൽ അതും കാണിച്ചു തരാം. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് പേജ്. ഓക്കെ, ലേറ്റസ്റ്റ് ബ്ലോഗ് വന്നിട്ടുണ്ട്. about me. I started my career with after I started a tech venture by training company. So here you can say about more about me. സോ ഇപ്പം തൽക്കാലം കണ്ടന്റ് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം, എൻ്റെ വെബ്സൈറ്റിൽ നിന്ന് കോപ്പി ചെയ്യാം. റിസർച്ച്. ഓക്കെ, ബുക്ക് കോൾ മൈ സർവീസസ് ആൻഡ് ഡൺ. സേവ്. Now let's go to the website. Actually നമുക്ക് വെബ്സൈറ്റ് കണക്ട് ചെയ്യണം, ഡൊമൈൻ കണക്ട് ചെയ്യണം, എന്നാലാണ് ആ വെബ്സൈറ്റ് ലൈവ് ആവത്തുള്ളൂ. So I want to add a domain. So demo website.subilal.com. Demo website.subilal.com. Continue. വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഇതിനകത്ത് മെനു നമ്മൾ എഡിറ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ മെനു ഹോം ഗോസ് ടു ഹോം പേജ്, സർവീസസ് ഗോസ് ടു സർവീസസ് പേജ്, അബൌട്ട് ഗോസ് ടു അബൌട്ട് പേജ്, ബ്ലോഗ് ഗോസ് ടു ബ്ലോഗ് പേജ്, കോൺടാക്ട് മീ ഗോസ് ടു കോൺടാക്ട് മീ പേജ്. ഓക്കെ, നമുക്ക് ഇനി ബ്ലോഗ് എഡിറ്റ് ചെയ്യാനുണ്ട്. നമ്മൾ ബ്ലോഗ് എഡിറ്റ് ചെയ്തില്ല. ബ്ലോഗ്. ഓക്കെ, ഇവിടെ അപ്പോഴത്തേക്കും ഡൊമൈൻ ഇവിടെ കണക്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ കൊടുത്തിട്ട് ഇതിപ്പോ ഓട്ടോമാറ്റിക്കലി ഇത് നമ്മളുടെ ഈ നമ്മൾ പറഞ്ഞിരുന്നു DNS, നമ്മൾ ഡൊമൈൻ വാങ്ങുമ്പോൾ വെബ്സൈറ്റ് കണക്ട് ചെയ്യുമ്പോൾ DNS എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അവിടെ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഈ ഡീറ്റെയിൽസ് ആഡ് ആയിക്കോളൂ. ഓക്കെ, ബൈ ദി ടൈം വി ക്യാൻ ലുക്ക് ഇൻ ടു ദിസ് ഈസ് ബ്ലോഗ്. ഓക്കെ, സോ ബ്ലോഗിൽ ഇവിടെ കുറെ ആർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ ഇവിടെ ആർട്ടിക്കിൾസ് എടുക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി എൻ്റെ ബ്ലോഗ് ഇവിടെ ഉണ്ട്, subilal.com/blog എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറെ കണ്ടന്റ് ഓൾറെഡി ഉണ്ട്, ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ട്. സോ വി ക്യാൻ പിക്ക് സം ഫ്രം ദിസ്. Then the image വരുന്നത് ദെൻ ഇതുപോലെ ഓരോ ആർട്ടിക്കിൾസും കൂടെ കോപ്പി ചെയ്തിട്ട് വേണമെങ്കിൽ ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ബൈ ദി ടൈം ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ആഡ് ചെയ്ത ഡൊമൈൻ ഇവിടെ കണക്ട് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന വെബ്സൈറ്റ് ഞാൻ ഇവിടെ ലിങ്ക് ചെയ്തു. ലിങ്കിങ് ഈസ് ഗോയിങ് ഓൺ. ഡൺ. പെർഫെക്റ്റ്. ഓക്കെ, നൗ നമ്മളിപ്പോൾ കണക്ട് ചെയ്തത് ഡെമോ website.subilal.com. ഇതാണ് നമ്മളിപ്പോൾ കണക്ട് ചെയ്ത ഡൊമൈൻ. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റിൽ കണക്ട് ചെയ്ത ഡൊമൈൻ ഇതാണ്. ലൈവ്. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്ത വെബ്സൈറ്റ് ലൈവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഡൊമൈനും ആയി, വെബ്സൈറ്റും ആയി. ഓക്കെ, ഇനി ചെറിയ ചെറിയ മോഡിഫിക്കേഷൻ വരണം. ഇവിടെ സ്റ്റാർ താഴേക്ക് പോയി, നമുക്കത് ഇവിടെ അപ്ഡേറ്റ് ചെയ്യണം. സേവ്. എപ്പോഴെപ്പോഴും സേവ് ചെയ്ത് പോവാം. Go to home.
വേറെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വേണ്ടത്? ഇത് ഓക്കെയാണ്. ബുക്ക് എ കോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കോൺടാക്ട് പേജിലേക്ക് പോകും. കണക്ട് വിത്ത് മീ ഫോം വന്നിട്ടുണ്ട്. എനിബഡി ക്യാൻ ബുക്ക് ആൻ അപ്പോയിന്റ്മെന്റ് നൗ. ആർട്ടിക്കിൾസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് മാറ്റം വേണ്ടത് എവിടെയായിരുന്നു? ഈ സ്റ്റാർ കൊടുത്തിരിക്കുന്നതാണ്. ഓക്കെ, ഈ സ്റ്റാർ കൊടുത്തിരിക്കുന്നത് സേ 25, ഫോണ്ട് സൈസ് 25 ആക്കാം. ഓക്കെ, 25 സേവ്. പിന്നെ നമുക്ക് വേണ്ട മാറ്റം എന്തായിരുന്നു? ഇത് ഓക്കെയാണ്, ഫ്രണ്ട് ഓക്കെയാണ്, ഇതും ഓക്കെയാണ്, ഇതും ഓക്കെയാണ്. മൈ സർവീസസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് മൈ സർവീസസ് പേജിലേക്ക് പോകുന്നുണ്ട്. അവിടെ ഇമേജ് വരുന്നുണ്ട്. നമ്മൾ കൊടുത്ത 2 സർവീസസിന്റെ ഇമേജും വരുന്നുണ്ട്. കണ്ടന്റ് ഈസ് ഓക്കെ. ആർട്ടിക്കിൾസ്, ടെസ്റ്റിമോണിയൽസ്, എല്ലാ പേജിലും ടെസ്റ്റിമോണിയൽസ് കറക്റ്റ് സൈസ് ആയിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് കറക്റ്റ് ആണ്. ഇനി ഞാനിവിടെ ബുക്ക് എ കോള് ക്ലിക്ക് ചെയ്യുമ്പോൾ ദാറ്റ് ഗോസ് ടു ദിസ് പേജ്. ഓക്കെ, അപ്പൊ ബുക്ക് എ കോള് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഈ പേജിലേക്ക് പോകണം. ഏത്? നമ്മുടെ കോൺടാക്ട് മീ പേജിലേക്ക് പോകണം. അപ്പൊ ഞാൻ ആ പേജിന്റെ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്യാണ്. ആൻഡ് ഐ എം ഗോയിങ് ടു എഡിറ്റ് മൈ സർവീസസ് പേജ്. ഇതിപ്പോ നമ്മളൊരു വെബ്സൈറ്റ് ചെയ്ത് ലൈവ് ആക്കി കഴിഞ്ഞാൽ ഫുള്ള് ചെക്ക് ചെയ്യണം. എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ, എല്ലാ ലിങ്കും വർക്ക് ചെയ്യുന്നുണ്ടോ, എല്ലാ ബട്ടണും വർക്ക് ചെയ്യുന്നുണ്ടോ. എന്നിട്ട് ആ മാറ്റങ്ങൾ ഒരു ഫൈനൽ എഡിറ്റിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇവിടെ വെബ്സൈറ്റിന് ലിങ്ക് കൊടുത്തിട്ടില്ല, എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത്. അപ്പൊ ഞാൻ ആ ലിങ്ക് ഇവിടെ കൊടുത്തു. ഇവിടെയും ബട്ടൺ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടായില്ല, കൊടുത്തു, സേവ്. അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ ഇതൊക്കെ ഓക്കെയാണ്, ഇതും ഓക്കെയാണ്, ഇതും ഓക്കെയാണ്, ഇതും ഓക്കെയാണ്. എബൌട്ടിൽ എന്താണ് ചെക്ക് ചെയ്യാനുള്ളത്? എബൌട്ട് പേജിൽ ഇത് ഓക്കെയാണ്, ബുക്ക് എ കോൾ ഓക്കെയാണ്, മൈ സർവീസസും ഓക്കെയാണ്, ഇതും ഓക്കെയാണ്, ബുക്ക് എ കോൾ ഓക്കെയാണ്. ഓക്കെ, ബ്ലോഗും നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്താണ്. ബ്ലോഗ് ഈസ് ഓൾസോ ഫൈൻ. ഇവിടെ നിങ്ങൾക്ക് ഓരോരോ ബ്ലോഗ് ഇതേപോലെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ വരും. ഓക്കെ, കോൺടാക്ട് മീ പേജ് ഈസ് ഓക്കെ. അബൌട്ട് സർവീസസിൽ മൈ സർവീസസ് ബുക്ക് എ കോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്ന് സേവ് ചെയ്തിട്ട് റീഫ്രഷ് ചെയ്യണം. സേവ്, ഫ്രഷ്. ഓക്കെ, ഇപ്പോൾ ബുക്ക് എ കോൾ ക്ലിക്ക് ചെയ്തപ്പോൾ എന്താ പറയാതെ? ഓ, നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഓരോ പ്രാവശ്യം നിങ്ങൾ വെബ്സൈറ്റ് എഡിറ്റ് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് പബ്ലിഷ് ചെയ്യണം ലൈവിലേക്ക് പോകണമെങ്കിൽ. ഇപ്പൊ ഞാനത് ലൈവിലേക്ക് പബ്ലിഷ് ചെയ്തു. ഇനി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പേജിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, ഡൺ. ഗോ ബാക്ക്, ബുക്ക് എ കോൾ. ഓക്കെ, ഡൺ. പെർഫെക്റ്റ്, കഴിഞ്ഞു, പണി കഴിഞ്ഞു. ഓക്കെ, കഴിഞ്ഞു. അപ്പൊ ഇത്രയും എളുപ്പമാണ്. നമുക്കൊരു 1 അവർ വേണ്ടി വന്നില്ല, ഓൾമോസ്റ്റ് ഒരു 50 മിനിറ്റ്സ്. സോ ഈ ഒരു ബിസിനസ് 360 എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ട് ഒരു പ്രാവശ്യം നിങ്ങൾ ഇതൊന്ന് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ മേ ബി 1 മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ നിങ്ങൾക്ക് ഈസി ആയിട്ട് വെബ്സൈറ്റ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ അത്രയും ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ട് കുറച്ച് ഇമേജും കാര്യങ്ങളൊക്കെ മുന്നേ പ്രിപ്പയർ ചെയ്ത് വെക്കുക, കണ്ടന്റ് ഒക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ബാക്കി വളരെ എളുപ്പമാണ്. അപ്പൊ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് വെബ്സൈറ്റ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ലേൺ. കുട്ടികളെയൊക്കെ പഠിപ്പിച്ചിട്ട് അവർക്കൊക്കെ ഇത് ചെയ്യാനായിട്ട് കൊടുക്കാം. ഓക്കെ.